നമസ്കാരം, എൻ്റെ പേര് സബീർ. തൃശ്ശൂർ ആഗൻ തിയേറ്ററിൽ പാട്രിയോട്ട് എന്ന സിനിമയ്ക്ക് വേണ്ടി അതിൻ്റെ ട്രെയിലർ ലോഞ്ച് നടക്കുന്ന അന്ന് തൊട്ട് മമ്മൂക്ക ഫാൻസും ലാലേട്ടൻ ഫാൻസും ഒക്കെ സഹകരിച്ചാണ് ചെയ്തത്. അത് കഴിഞ്ഞ് തൃശ്ശൂർ പൂരത്തിന് ഒരു പുലിനെ ഇറക്കിയതും ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ്. അതേപോലെ തന്നെ മമ്മൂക്ക ഫാൻസും ലാലേട്ടൻ ഫാൻസും ചേർന്നാണ് ആദ്യ പ്രദർശനങ്ങൾ കണ്ടത്. ഒരുമിച്ച് ഇതൊക്കെ കണ്ട് പരിപാടിയൊക്കെ കഴിഞ്ഞു. സിനിമ കഴിഞ്ഞാൽ ആഘോഷിക്കുന്ന അവസ്ഥയിൽ തിയേറ്ററിൻ്റെ നടത്തിപ്പുകാരനായ സുനി എന്നോട് വന്ന് മോശമായ രീതിയിൽ ബിഹേവ് ചെയ്തു. അങ്ങനെ ഞാനും സുനിയും നമ്മുടെ ഫാൻസുകാരെല്ലാവരും ചേർന്നിട്ട് സംസാരം ഉണ്ടായി. അതിനുടനെ തന്നെ അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ വിവരിച്ച് പോലീസ് വന്നപ്പോൾ സത്യം ഞങ്ങളുടെ ഭാഗത്താണ്, ന്യായം ഞങ്ങളുടെ ഭാഗത്താണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ടി പ്രശ്നങ്ങൾ അവിടെ തീർന്നു. അതിനുശേഷം ഇന്ന് ലാൽ ഫാൻസിൻ്റെ ഷിബിനും ബിജും കൂടിയിട്ട് ദൃശ്യം 3യുടെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് തിയേറ്ററിലേക്ക് ചെന്നു. ദൃശ്യം 3 സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ മെയ് 21-ാം തീയതി ലാലേട്ടൻ്റെ ജന്മദിനത്തിന് ദൃശ്യം 3 ഇറങ്ങാണ്. അപ്പോൾ ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഫാൻ ഷോയും കാര്യങ്ങളും സംസാരിക്കാൻ ഇന്നലെ ആളെ ഫോണിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ നേരിട്ട് സംസാരിച്ചു. അപ്പോൾ ഇനി മുതൽ ഇവിടെ ഒരു ഫാൻസ് അസോസിയേഷനും ഫാൻ ഷോയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി തിയേറ്ററായിട്ട് സഹകരിച്ച് ഒരു ഫാൻസുകാർ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ട, തിയേറ്ററിൽ ബോർഡ് വെക്കേണ്ട കാര്യങ്ങൾ വേണ്ട, ഒന്നും വേണ്ടെന്ന് പറഞ്ഞതിൻ്റെ സ്ഥിതിക്ക് ഞങ്ങൾ രാഗം തിയേറ്ററിൽ നിന്ന് നമ്മുടെ ബോർഡും കാര്യങ്ങളൊക്കെ മാറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഇനി ഒരു ഫാൻസായിട്ടും ഇപ്പോൾ നമ്മൾ പോയി സംസാരിച്ചതിൻ്റെ പേരിലാണ് അത് പുറത്ത് അയാൾ പറയണത്. ഇപ്പോൾ അയാൾ കുറച്ച് നേരത്തെ മുമ്പ് സുനിയൊരു ആളെ പേജിലൊരു ഇതിട്ടുണ്ട്, ഒരു ഫാൻസാർക്ക് അപ്പോൾ ഞങ്ങൾ സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞ ഒരു സംഘടനയായിട്ടും ഒരു ഫാൻസ് സംഘടനയായിട്ടും ഇനി ഈ രാഗതയുള്ള സാധാരണ പബ്ലിക്കിനായിട്ടുള്ള ഷോയേ ഉള്ളൂ, ഈ ഫാൻസിന്റെ ഷോ എന്റെ തിയേറ്ററിൽ ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന്റെ പേരിൽ പിന്നെ നമ്മുടെ ബോർഡ് നടത്തില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ ഞങ്ങൾ 2 ഫാൻസ് ഒരുമിച്ച് നിന്നുകൊണ്ട് ഞങ്ങൾ ആ ബോർഡ് ഊരി. അത് അങ്ങനെ ഞങ്ങളെല്ലാം അത് മാത്രമല്ല ചെയ്ത, ഞങ്ങൾ വെച്ച ബോർഡുമ്മ ഞങ്ങളുടെ അനുവാദം ഇല്ലാതെ മറ്റുള്ള ഫ്ലെക്സുകൾ കയറ്റിവിട്ടിച്ച് ഒരു കാര്യം കൂടി ചെയ്തു ആള്. അപ്പോൾ അതും കൂടി നമ്മൾ ചോദ്യം ചെയ്തു, കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആളതിനുള്ള ന്യായം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കത് ബോധ്യമല്ല, ഞങ്ങൾ ഈ ചെയ്ത പ്രവൃത്തിയും അല്ലെങ്കിൽ ഇനി ഒരു ഫാൻസായിട്ട് ബന്ധമില്ലെങ്കിൽ ഒരു നടത്തില്ല പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വെച്ച ബോർഡ് എല്ലാം ഞാൻ 2 കൂട്ടം കൂടി എല്ലാം ഊരിക്കൊണ്ട് എല്ലാം ഞങ്ങൾ ഊരിയാണ് ചെയ്തത്. കാരണം പടം ഇറങ്ങിയിട്ട് 4 ദിവസമായിട്ടുള്ളൂ. നമുക്ക് വിഷമമുണ്ടത് പറഞ്ഞില്ല, പക്ഷെ നമുക്ക് ആളെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തു. ഞങ്ങളുടെ ഫാൻസുകാരുടെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് തിയേറ്ററാണ്. ഇപ്പോൾ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് തിയേറ്ററിലാണെങ്കിലും തിയേറ്ററുകാർക്ക് അതിൻ്റെ പേര് പോലും കിട്ടുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ നിന്നിട്ട് ഫാൻസുകാരുടെ നിസ്സഹകരണമാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. അതിലുപരി അന്ന് രാഗം തിയേറ്ററിൽ നമ്മൾ ഷോ കഴിഞ്ഞ് ഈ സംസാരം ഉണ്ടായതിനു ശേഷം ഞങ്ങളൊക്കെ പുറത്താക്കി. അത് തൃശ്ശൂർ പോലീസുകാർക്ക് അറിയാം. ഞങ്ങളൊക്കെ പുറത്തായി, നാളെ മേലക്ക് കൂട്ടി കയറണ്ടെന്ന് പോലും പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇത് എന്നിട്ട് പോലും നമ്മൾ 2-3 ദിവസം ബോർഡ് വെച്ചു. പിന്നീട് ആ ബോർഡുമ്മ എന്താ പറയാ, മറ്റുള്ള ആൾക്കാരെ ചിത്രം കൊണ്ടുവന്ന് ഒട്ടിക്കലും അത് നമ്മുടെ അനുവാദം ഇല്ല. ഞങ്ങൾ കഷ്ടപ്പെട്ട് കാശ് ചെലവാക്കി വെച്ച ബോർഡാ ആ ബോർഡുമ്മ ചെയ്യണ്ടായി. ഇതും ഞങ്ങൾ ക്ഷമിച്ചിട്ടാണ്, അത് ഇനി അവിടെ ഇരിക്കൽ അർത്ഥമില്ല എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഊരിയത്. ഇത് എല്ലാ ഫാൻസുകാരും ഞങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്തത്. ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ. ഇതിന്റെ ശരിക്കുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ തിയേറ്ററിൽ വലിയ ആഘോഷം അതിര് വിട്ടെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഒരിക്കലും അതിര് വിട്ടിട്ടില്ല. അവര് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ, അല്ലാണ്ട് വേറെ അതിര് വിടുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആഘോഷം വേണമെന്ന് എല്ലാവരും പറയാറ്. നമ്മളെ മാക്സിമം ആഘോഷം കൂടിയെന്ന് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അതാണ് നമുക്ക് വിഷമം. അല്ല, അതിന്റെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. തൃശ്ശൂർ എങ്ങനെയാണ് പടത്തിന് ലാലേട്ടൻ ഫാൻസും മമ്മൂക്ക ഫാൻസും വരവേറ്റുന്നുള്ളത്. ഇത്ര ദിവസം ഇല്ലാത്ത പരാതി ഇന്ന് എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് രാഗം തിയേറ്ററിന് നിസ്സഹകരണം ഞങ്ങൾ മമ്മൂക്ക ഫാൻസ് തൃശ്ശൂരും ലാലേട്ടൻ ഫാൻസ് തൃശ്ശൂരും ഞങ്ങൾ സംയുക്തമായിട്ട് ഇനി ആ തിയേറ്ററായിട്ട് ബന്ധപ്പെട്ട ഒരു പരിപാടിക്ക് ഞങ്ങൾ ഉണ്ടാവില്ല. ഞങ്ങൾ ആ ഭാഗത്തേക്ക് ഇനി ഇല്ല. അത് ആ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയിൽ ഞങ്ങൾ വന്നത്. അതിന്റെ സത്യാവസ്ഥ അറിയിക്കാൻ വേണ്ടി. മറ്റൊരു രീതിയിലേക്ക് കഥ പോകരുത്. കാരണം ആൾക്ക് പറയാൻ അതിന്റെ എന്താ സംഭവം ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ഇത്ര കൃത്യമായി. അല്ല, ആൾ ഇത്രയ്ക്കും പ്രകോപിച്ചെന്ന് എനിക്ക് തോന്നുന്നു സിനിമയ്ക്ക് വിചാരിച്ചൊരു റിസൾട്ട് വന്നിട്ടില്ല. അതാണ് ആൾക്ക് ഇത്രയ്ക്കും വലിയൊരു വിഷമം ഉണ്ടായിട്ടുള്ളത്. കാരണം ആള് വലിയൊരു പൈസ അഡ്വാൻസ് കൊടുത്തതിന്റെ പേരിൽ നമുക്കെതിരെ, പടം വർക്കാവാത്തതിന്റെ പേരിൽ നമുക്കെതിരായിട്ട് നിന്നിട്ടുള്ളതാണ്. നമുക്കതില് പടം തിയേറ്ററിൽ ഓടുന്ന പടത്തിനല്ലേ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മളല്ലോ ഡയറക്ട് ചെയ്തത് പടം. നമുക്ക് യാതൊരു കാര്യമുള്ള കാര്യമല്ലേ. നമ്മൾ നമ്മുടെ താരത്തിന്റെ പടം നമ്മൾ മാക്സിമം എങ്ങനെ അതില് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പടം ഇറങ്ങിയിട്ടും വേറെ ഒന്നുമല്ല,
പടം ഇറങ്ങിയിട്ട് ഞായറാഴ്ച ഇതിന്റെ വിജയാഘോഷം രവികൃഷ്ണ രാമദാസ് തിയേറ്ററിൽ ഞങ്ങളൊക്കെ ആഘോഷിച്ച വീഡിയോ വരെ ഉണ്ടല്ലോ, നിങ്ങളൊക്കെ കണ്ടതല്ലേ. ഈ പടത്തിന് മാക്സിമം സപ്പോർട്ട് ചെയ്ത് തൃശ്ശൂരത്തെ ലാൽ ഫാൻസും മമ്മൂക്ക ഫാൻസാണ്. ₹1 ചെലവാക്കാണ്ട്, പ്രൊഡ്യൂസറിന് ചെലവാക്കാണ്ട് ഞങ്ങൾ തൃശ്ശൂർ പൂരത്തിന് ഞങ്ങളപ്പോൾ ഒരു വെയിലത്ത് 2 ഫാൻസാരും കൂടിയിട്ട് സിനിമനെ പ്രൊമോട്ട് ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതേമാതിരി തന്നെ എൻ്റെ ട്രെയിലർ ലോഞ്ചിന് കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ 2 ഫാൻസും കഷ്ടപ്പെട്ട് ഇവിടെ പ്രവർത്തിച്ച എല്ലാവരും അറിയാം. ഇത്രയും കാര്യങ്ങൾ പിന്നെ വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ അറിഞ്ഞൂടെ, 2 ഫാൻസാരും അറിയാം. അപ്പൊ അതുകൊണ്ട് ഇതാണ് എന്റെ സത്യാവസ്ഥ, ഇത് അറിയിക്കാൻ വേണ്ടിയാണ്. ഇതിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ട്രെയിലർ ലോഞ്ചിന്റെ സമയത്ത് മോഹൻലാൽ ഫാൻസ് അസോസിയേഷനായിട്ട് ചെറിയ തർക്കമുണ്ടായിരുന്നു. ആ സമയത്ത് ആ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ മമ്മൂക്കാനെ ഇവിടെ തൃശ്ശൂർ രാഗം തിയേറ്ററിലേക്ക് കൊണ്ടുവരില്ല എന്ന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം രാഗം തിയേറ്ററിന്റെ നടത്തിപ്പുകാരനായ സുനിയേട്ടന് വന്നതാണ്. അപ്പോൾ ആളത് ആ പ്രശ്നം അവിടെ പരിഹരിച്ച് നമ്മളെല്ലാം ഒരുമിച്ച് നിന്ന് ഇത്രയും കാര്യങ്ങൾ ഗംഭീരമാക്കി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ സിനിമയുടെ ഒരു വിചാരിച്ച പോലെ വരാത്തതിൻ്റെ ഒരു ഒറ്റ കാരണത്താൽ ഇവിടെ ഒരു പ്രവർത്തനം വേണ്ട എന്നുള്ള രീതിയിലേക്ക് ആള് എത്തിച്ചിരിക്കുന്നതാണ് ഉണ്ടായിട്ടുള്ള സംഭവം.